ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾ കാണുന്നത് ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനാണ്. ഇതുപോലെ പെൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഒരേ വെബ്സൈറ്റിൽ തന്നെയാണ് രണ്ടിനും അപേക്ഷിക്കേണ്ടത്. ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. എന്തായാലും രണ്ടിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. രണ്ടിൻ്റെയും ഡീറ്റെയിൽസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും NCC സ്പെഷ്യൽ എൻട്രി നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് മെയിൽ എന്ന് മാത്രം കാണിക്കുന്നത്. അതുപോലെ തന്നെ 19 to 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിക്കേണ്ട യോഗ്യത ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. ഒരു ഡിഗ്രി ഉണ്ടാവണം, അല്ലെ ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ മുന്നോട്ടേക്ക് സംസാരിക്കാം നമുക്ക്. അതുപോലെ മിനിമം B ഗ്രേഡ് എങ്കിലും NCC C സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം, പക്ഷേ NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ആദ്യം അപേക്ഷിക്കുന്നു, എക്സാം ഇല്ല എന്നാണ് പറയുന്നത്, അപേക്ഷിക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, SSB ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ മെറിറ്റ് ലിസ്റ്റ് വരുന്നു. മെറിറ്റ് ലിസ്റ്റിൽ വരുന്നവർക്ക് ജോയിനിങ് ലെറ്റർ തന്ന് നിങ്ങൾക്ക് ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് 49 വീക്സിൻ്റെ ഒരു ട്രെയിനിങ് ആണ് വരുന്നത്. 2027 ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. 56,100 രൂപ പെർ മന്ത് നമുക്ക് സ്റ്റേയ്പെൻ്റ് ആയിട്ട് ട്രെയിനിങ് സമയത്ത് മാത്രം നമുക്ക് ലഭിക്കും കേട്ടോ. ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് നിങ്ങൾ പ്രൊമോട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ആവാനായിട്ട് പോകുന്നത്. അവിടെ നിങ്ങൾ പ്രൊമോട്ടായി മുകളിലേക്കുള്ള റാങ്കിലേക്ക് എത്തും. അതുപോലെ തന്നെ ഓപ്ഷൻ ഫോർ റിലീസ്, ഫസ്റ്റ് 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് 10 വർഷം കഴിഞ്ഞ് റിലീസ് ചെയ്യാം, തേർഡ് 14 വർഷം കഴിഞ്ഞാൽ റിലീസ് ചെയ്യാം. 14 വർഷം വരെയാണ് പരമാവധി ഷോർട്ട് സർവീസ് കമ്മീഷനിൽ സർവീസ് ചെയ്യാൻ പറ്റുക. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷനിലേക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ റിലീസിങ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സർവീസും റിലീസും ബന്ധപ്പെട്ടിരിക്കും. 5 വർഷത്തിലൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് വരികയാണെങ്കിൽ അതിൻ്റെതായിട്ട് ബെനിഫിറ്റിലൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഇവിടെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. 19 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 ജാനുവരി 2002 അതുപോലെ 1 ജാൻ 2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. C സർട്ടിഫിക്കറ്റിൻ്റെ എക്സാമിൽ മിനിമം B ഗ്രേഡ് എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി കേട്ടോ. ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആർമിയിൽ സർവീസ് മിസ്സാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡെത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചവരുടെ കുട്ടികൾക്കൊരു സ്പെഷ്യൽ വേക്കൻസി തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വേക്കൻസി. അതിന് NCC സർട്ടിഫിക്കറ്റ് വേണ്ട, മിനിമം ഒരു ഡിഗ്രി മതി എന്ന് പറയുന്നുണ്ട്. NCC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. 70 വേക്കൻസീസ് ആണുള്ളത്. അതിൽ ജനറലിന് 63, പിന്നെ ആർമിയിലൊക്കെ പോയി വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെ അല്ല ജവാന്മാരുടെ മക്കൾക്ക് 7 വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനറൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കുള്ള വേക്കൻസി ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് SC ST OBC ആരാണെങ്കിലും ജനറൽ ആയിട്ടാണ് പരിഗണിച്ച ആ ഒരു രീതിയിലാണ് പറയുന്നത്. സ്പെഷ്യലായിട്ട് ഇവിടെ വാർ ഫീൽഡിലൊക്കെ പോയവരുടെ മക്കളെയാണ് കണക്കാക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2.4 കിലോമീറ്റർ ഓട്ടം 10.5 മിനിറ്റിലാണ് ആൺകുട്ടികൾക്ക് പറയുന്നത്. അതുപോലെ പുഷപ്സ് 30 എണ്ണം, പുള്ളപ്സ് 40 എണ്ണം, പിന്നെ സിറ്റപ്സ് 6 എണ്ണം, പിന്നെ സ്ക്വാട്സ് പറയുന്നുണ്ട് 2 സെറ്റ്സ് 30 റിപ്പീറ്റേഷൻ. അതുപോലെ തന്നെ ലഞ്ചസ് 2 സെറ്റ്സ് 10 റിപ്പീറ്റേഷൻസ് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടികളുടെ ഫിസിക്കലിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പെൺകുട്ടികളുടെ ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷൻ ആണ്. ആദ്യം നിങ്ങൾ ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു വർഷം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റാങ്കിലേക്ക് ആഫ്റ്റർ 2 ഇയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാപ്റ്റൻ ആവുന്നത്. അങ്ങനെ ഒരു റാങ്കിലേക്ക് പ്രൊമോട്ടായി പോകുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളും അലവൻസും എല്ലാം ലഭിക്കും. ഇവിടെ തന്നെ നല്ല ശമ്പളം ഉണ്ട്. ആനുകൂല്യങ്ങളൊക്കെ കയറി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ സാലറി ഇനത്തിൽ നമുക്ക് കയ്യിലേക്ക് ലഭിക്കും. സാലറി ആനുകൂല്യമൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ ആർമിയെ നേഷനെയൊക്കെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 20 ജൂലൈ 2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20 ഓഗസ്റ്റ് 2026 വരെ അപേക്ഷിക്കാം. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷയില്ലാതെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, SSB ഇൻ്റർവ്യൂ നല്ല ടഫാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ നല്ല മാർക്ക് ഉണ്ട്, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ആർമി ക്ഷണിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റിന് പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.